മഹാനായ സുൽത്താൻ ഷെയ്ഖ് അഹ്ലിസ് സമാവാതി വൽ അർളീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മാസാണ്. തങ്ങളെ മാസം അവരെ ബർക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തും. ബഹുമാനപ്പെട്ടവർ വലിയ കാരുണ്യം ചെയ്യുന്ന ആളാണ്. എല്ലാവരോടും കാരുണ്യം ചെയ്യുന്ന ആളാണ്. എല്ലാ ജീവികളോടും, പൂച്ചയോടും നായനോടും കുഷ്ഠരോഗികളോടും അതുപോലെ കുഴഞ്ഞുപോയ ആളുകളോടും അതുപോലെ തന്നെ വയസ്സന്മാരോടും വിധവകളായ സ്ത്രീകളോടും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ആളാണ്. ആ സമയത്ത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പാവപ്പെട്ട ജമാലുദ്ദീനുൽ ഖതീബ് റഹിമഹുല്ലാഹ് ഒരു വിഷയം പറയുകയാണ്. എന്താണ് വിഷയം? എനിക്ക് നല്ല ഒരു തോട്ടം കിട്ടണം, ഒരു പറമ്പ് കിട്ടണം. ആ പറമ്പ് ഷെയ്ഖ് ഇസ്മായിൽ എന്നവരുടെ അടുത്തുണ്ട്. അത് നിങ്ങൾ എനിക്ക് തരാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. മഹാനായ റിഫായി ശൈഖ് കാരുണ്യമല്ലേ ഇത്? ഈ ജമാലുദ്ദീനുൽ ഖതീബ് എന്നവർക്ക് ഒരു തോട്ടം അവരെ പ്രവർത്തനം കാരണമായി കിട്ടിയാൽ അത് വലിയ കാരുണ്യമല്ലേ എന്ന് കരുതി തോട്ടത്തിന്റെ ഉടമക്കാരനായ ഷെയ്ഖ് ഇസ്മായിൽ എന്നവരടുത്തു ചെന്നു. ഇസ്മായിൽ എന്നവരോട് പറഞ്ഞു, നിങ്ങളെ ഈ തോട്ടം പാവപ്പെട്ട ജമാലുദ്ദീനുൽ ഖതീബ് എന്നവർക്ക് നൽകണം. ആ സമയത്ത് ഷെയ്ഖ് ഇസ്മായിൽ എന്നവര് പറയാണ്, നിങ്ങൾ എത്ര വില തന്നാലും ഭൗതിക ലോകത്തുള്ള വിലക്ക് ഞാൻ ആ തോട്ടം തരികയില്ല. ദുന്യാവിലുള്ള ഒരു വിലക്കും തരൂല. കാരണം ദുന്യാവ് മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളടുക്കലുള്ളത് മുഴുവനും നശിക്കും, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ഒരിക്കലും നശിക്കാതെ ശേഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇസ്മായിൽ എന്നോര് പറഞ്ഞത്, ദുന്യാവിലുള്ള ഒരു വിലക്കും തരൂല, നിങ്ങൾ സ്വർഗം തരുമോ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ തോട്ടം ജമാലുദ്ദീനുൽ ഖതീബ് എന്നവർക്ക് നൽകാം, പക്ഷേ വിലയായി നിങ്ങൾ സ്വർഗം തരുമോ? സ്വർഗം തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റിഫായി ശൈഖ് അല്പം സ്റ്റക്കായി. കാരണം ഭൗതികമല്ലാത്ത അഭൗതികമായ വിഷയമാണ് ചോദിക്കുന്നത്. മഹാന്മാരോട് അഭൗതികവും ചോദിക്കാം. റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുമായി സംഭവം നമുക്കറിയാം. റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സല്ലി യാ റബീഅ, റബീഅത്തെ വേണ്ടത് ചോദിച്ചോളൂ. എന്താ വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ഇത് നല്ല ഒരു ചാൻസ് ആണ്, നല്ല ഒരു ചാൻസ് ആണ്. അങ്ങനെ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് തങ്ങളെ റഫീഖായി കൂട്ടുകാരനായി സ്വർഗത്തിൽ താമസിക്കാൻ അവസരം ഉണ്ടാക്കി തരണം നബിയേ. റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബി റസൂലുള്ളാഹിനോടാണ് ഈ അഭൗതികം ചോദിക്കുന്നത്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അവഗൈറദാക യാ റബീഅ, റബീഅ അത് അല്ലാത്ത മറ്റു വല്ലതും പോരെയോ?
മഹാനായ റബീഅത്ത് എന്നോര് പറഞ്ഞു എനിക്ക് അത് തന്നെ വേണം, കാരണം തങ്ങൾ വേണ്ടത് ചോദിച്ചോളൂ എന്നല്ലേ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ നിങ്ങൾ സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട്, സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കണം. അപ്പൊ മഹാന്മാരോട് ഭൗതികവും ചോദിക്കാം, അഭൗതികവും ചോദിക്കാം. റിഫായി ഷേഖിനോട് സ്വർഗം ചോദിച്ചപ്പോ റിഫായി ഷേഖ് പിന്നീട് പറഞ്ഞു, ഞാൻ തരാം. ഷെയ്ഖ് ഇസ്മായിൽ എന്നവര് പറഞ്ഞു, നിങ്ങളങ്ങ് പറഞ്ഞാൽ പോരാ, എഗ്രിമെന്റ് പത്രം എഴുതണം. ഈ ദുന്യാവിലുള്ള തോട്ടത്തിന് പകരമായി സ്വർഗം തരാമെന്ന് നിങ്ങൾ ഈ എഗ്രിമെന്റ് പത്രം എഴുതണം. അങ്ങനെ കടലാസും പേനയും എടുത്ത് മഹാനായ റിഫായി ഷെയ്ഖ് എഴുതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി വേണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ നല്ല കാര്യവും ബറക്കത്തില്ലാത്തതാണ്. അങ്ങനെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് പറഞ്ഞു, ഷെയ്ഖ് ഇസ്മായിൽ എന്നവരിൽ നിന്ന് ഈ തോട്ടം അതാ ദുന്യാവിലുള്ള വിലക്ക് തരാതെയായപ്പോ സ്വർഗം വരെ തരാമെന്ന് പറഞ്ഞു വാങ്ങിയതാണ്. 4 അതിരുകളുള്ള സ്വർഗം, ജന്നത്തുൽ മഅ്വാ, ജന്നത്തുൽ അദ്ൻ, ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഖുൽദ് എന്നീ അതിരുകളുള്ളതായ സ്വർഗം തരാമെന്ന് എഗ്രിമെന്റ് പത്രം എഴുതി കൊടുത്തു. ഹൂറുലീങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, ആറുകളുണ്ട്, എല്ലാമുള്ള സ്വർഗം തരാം എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് പത്രം എഴുതി കൊടുത്ത് റിഫായി ഷെയ്ഖ് ഇസ്മായിലിനോട് പറയുകയാണ്, ഓ ഷെയ്ഖ് ഇസ്മായിലേ, നിങ്ങളങ്ങ് മരിച്ചാൽ ഞാൻ തന്ന എഗ്രിമെന്റ് പത്രം നിങ്ങളെ കഫംപുടയിൽ വെച്ച് മറവ് ചെയ്യണേ എന്നുള്ള വസിയത്തുമായി എഗ്രിമെന്റ് പത്രവുമായി ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ റിഫായി ഷെയ്ഖിന്റെ അടുത്തുനിന്ന് പോകുമ്പോൾ മക്കളതാ തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. മക്കള് തോട്ടത്തിൽ പണിയെടുക്കുക. അപ്പൊ മക്കളോട് പറഞ്ഞു, മക്കളെ ഇറങ്ങിക്കോളൂ, തോട്ടം വിറ്റിട്ടുണ്ട്. തോട്ടം ജമാലുദ്ദീൻ ഖതീബ് എന്നവർക്ക് വിറ്റിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങണം. മക്കൾ ചോദിച്ചു, വാപ്പാ നല്ല ഒരു തോട്ടം എന്തിനാണ് നിങ്ങൾ വിറ്റത്? വളരെ ഉപകാരപ്രദമായ തോട്ടം എന്തിനാണ് വിറ്റത്? ആ സമയത്ത് അതാ ഷെയ്ഖ് ഇസ്മായിൽ എന്നവര് പറയുകയാണ്, മക്കളെ, സ്വർഗം വില കിട്ടിയപ്പോ വിറ്റതാണ് മക്കളെ. ആ സമയത്തതാ മക്കള് തിരിച്ചു ചോദിക്കുകയാണ്, സ്വർഗം ബാപ്പക്ക് മാത്രമല്ലേ, ഞങ്ങൾക്ക് എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതാ ബാപ്പയായ ഷെയ്ഖ് ഇസ്മായിൽ എന്നവര് പറയുകയാണ്, വൽഹഖ്നാ ബിഹിം ദുനിയാതിഹിം, മക്കള് വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല. ബാപ്പ പോലെ വലിയ അമലൊന്നും മക്കള് ചെയ്തിട്ടില്ലെങ്കിലും മക്കള് സുന്നികളാണോ മുഅ്മിനീങ്ങളാണോ? എന്നാൽ ഈ വലിയ അമല് ചെയ്ത ബാപ്പനെ ബഹുമാനിച്ച് മക്കളെയും അതാ അവരോട് ചേർക്കുന്നു, നിങ്ങൾക്കും സ്വർഗമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ തോട്ടക്കാരനായ ഷെയ്ഖ് ഇസ്മായിൽ, ഉടമക്കാരനായ ഇസ്മായിൽ എന്നവരും മരിച്ചുപോയി. മരിച്ചപ്പോൾ അതാ റിഫായി ഷെയ്ഖ് പറഞ്ഞതുപോലെ എഗ്രിമെന്റ് പത്രം കഫൻ തുണിയിൽ വെച്ചുകൊണ്ട് മറവ് ചെയ്യുന്നു. രാവിലെ സിയാറത്തിന് വേണ്ടി മക്കള് ചെല്ലുമ്പോൾ അതാ ഖബറിന്റെ പുറത്തുനിന്ന് ഒരു എഴുത്ത് കാണുന്നു. ആ എഴുത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ എഴുത്ത് സൃഷ്ടികളുടെ എഴുത്തല്ല, ആ എഴുത്ത് സൃഷ്ടാവിന്റെ എഴുത്താണ്. ആ എഴുത്ത് കിട്ടിയ ഉടനെ മഹാനായ റിഫായി ഷെയ്ഖിന്റെ അടുത്ത് കൊണ്ടുപോയി മക്കള് കൊടുക്കുന്നു.
റിഫായി ഷേഖിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ റിഫായി ഷേഖ് കത്ത് തുറന്നു നോക്കിയപ്പോൾ ആ കത്തിലുള്ളത് എന്താ? ഖദ് വജദനാ മാ വഅദ റബ്ബുനാ ഹഖ്ഖാ. മക്കളെ, റിഫായി ഷേഖ് മുഖേന കരാർ ചെയ്ത സ്വർഗം കിട്ടിപ്പോയി മക്കളെ. നോക്കൂ, റിഫായി ഷേഖ് ആരാണ്? വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. അതോടുകൂടെ ദുനിയാവിലുള്ള തോട്ടം വാങ്ങിയിട്ട് സ്വർഗം കൊടുക്കുന്നു. അതാണ് റിഫായി മാലയിൽ കാണാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും 2 ഗ്രന്ഥമുണ്ടല്ലോ. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് അമ്പിയാക്കൾ, ഔലിയാക്കൾ, റസൂലുള്ളാഹി അടക്കമുള്ള എല്ലാ മഹാന്മാരുടെയും മദ്ഹികൾ പറയുന്ന ഒരു മൗലിദി കിതാബാണ്. ആ മൗലിദി കിതാബിൽ റിഫായി മാല കാണാം. ആ റിഫായി മാലയിൽ കാണാം ഇസ്മാഈൽ എന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയവിലക്ക് താരുമോന്ന് കേട്ടോവർ ദുന്യാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കമായി 4 സ്വർഗം കൊടുത്തോവർ മഅ്വാഅദിനും ഫിർദൗസ് ഖുൽദിനും മറുഹത്തവർക്കന്ന് ഖുദ്റത്താൽ വന്നോവർ മനീജം ഖത്ത് ഖബറിൻ ദൂരത്തിന്ന് മക്കളെടുത്ത് വാലി കയ്യിൽ കൊടുത്തോവർ. ഇങ്ങനത്തെ വലിയ കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ് ഈ മാസത്തിൽ നാം സ്മരിക്കുന്ന ശൈഖ് സുൽത്താനുൽ ആരിഫീൻ, ശൈഖ് അഹ്ലിസ് സമാവാതി വൽ അർളീൻ, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഖബൂലാക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം